എൻ്റെ തലക്കിട്ട് ഒരൊറ്റ തട്ടി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഞാൻ ഏറ്റിട്ട് ഒരടി കൊടുത്തു എന്നുള്ള സത്യമാണ്. അടി അകത്ത് ചോറ് വിളമ്പിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ആ ചോറും കൊണ്ട് ഇങ്ങ് വന്നിട്ട് ആ ചോറൊറ്റ മുഖത്തോട്ട് ഒരൊറ്റ ഏറ് വന്നിട്ട് ആ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് അതിന് 2 അടി കാരണത്ത് കേട്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിൽ ഇങ്ങനെ ഫോൺ വരുമ്പം ഫോണും എടുത്തോണ്ട് ഞാനും ഇവളും മാത്രം തന്നെ ഉള്ളൂ വീട്ടിൽ. കയറിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാലേ മുട്ട് ഞാൻ തല്ലി ഓടിക്കും, ഇറങ്ങിപ്പോക്കോളാം, ഇനി വൈകുന്നേരം ഇങ്ങോട്ട് വന്നേക്കരുന്ന് പറഞ്ഞു. 3 ദിവസം ഞാൻ ഇറങ്ങിപ്പോന്നിട്ട് ഞാൻ കയറി ചെന്നു. 3 ദിവസം ഞാൻ വെറും പട്ടിണിയാണ് മാഡം. ഈ മക്കളെ കുറിച്ചിട്ട് ഈ ഉള്ള ബന്ധത്തെക്കുറിച്ച് പൊതുജനങ്ങളോടോ അല്ലെങ്കിൽ വേറെ ആളുകളോടോ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ കൂടുതൽ പുറത്ത് അറിയിച്ചിട്ടില്ല. അറിയിച്ചിട്ടില്ല. പിന്നെ എന്താ അവർക്ക് ഇത്രയും വലിയ ദേഷ്യം വരാൻ നിങ്ങളോട്? ഞാൻ ഒരു തടസ്സം എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് അറിയാം. അവിടെ ഉള്ളത് മോൾക്കും അതിൽ ചെറിയ കമ്പനിയുണ്ട്, നാട്ടുകാർ കാണുന്നുണ്ട് ഏത് സമയം. ജീവിതം സാക്ഷി എന്നാണ്, ഉർവശിയാണ് അനുജ. ഇവിടെ പരാതി തന്നതിനെ കുറിച്ച് വല്ലതും അറിയാവോ? പരാതി തന്നെന്ന് പറഞ്ഞ് ഇതിനിടയ്ക്ക് വിളിച്ചായിരുന്നോ? ദേവസ്വം ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് കിടപ്പാടമില്ല, കയറി താമസിക്കാൻ നിവൃത്തിയില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. അനുജ, എന്ത് പറ്റി? ഈ മൂത്ത ചേച്ചിയും ഈ അമ്മയും വളരെ ക്രൂരമായിട്ട് അദ്ദേഹത്തോട് പെരുമാറുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്താ? പിന്നെ അവരിപ്പോ ഊതിപ്പെരിപ്പിച്ചോണ്ട് നടക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. കുടുംബത്തിൽ ആ അപ്പന് നിൽക്കാൻ വേണ്ടി കഴിയല്ല, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. കുടുംബത്തില് അച്ചാച്ചനെ നിക്കാൻ പറ്റുന്നില്ല. നിക്കാൻ പറഞ്ഞിട്ട് തളിപ്പറമ്പിന്ന് എല്ലാരും പറഞ്ഞു, സ്റ്റേഷനിൽ തന്നെ പറഞ്ഞു, SI പറഞ്ഞു നിക്കെന്ന് പറഞ്ഞിട്ട് നിക്കുകയല്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? കൂടി ഞങ്ങൾ ആരും ഇറക്കി വിട്ടിട്ടുമില്ല. ഹോട്ടലിലെ പണി നിർത്തി മേസ്തിരി പണിക്ക് പോയ സമയത്ത് തലവേദന വന്ന് ബ്ലഡ് വൊമിറ്റായി തല ഇറങ്ങി അങ്ങ് വീണു. അന്നേരം പരിയാരത്ത് കൊണ്ടുപോയപ്പം പരിയാരത്ത് എന്ന് പറഞ്ഞു ഞരമ്പ് പൊട്ടി. സ്കാനിങ് ചെയ്തപ്പോൾ ഞരമ്പ് പൊട്ടി, നിങ്ങൾ എത്രയും പെട്ടെന്ന് മംഗലാപുരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. മംഗലാപുരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ അച്ചാച്ചനും ബെന്നിച്ചേട്ടൻ്റെ ആരോ 2 പേരും കൂടെ കൂട്ടിയിട്ട് ആംബുലൻസിൽ മംഗലാപുരത്ത് കൊണ്ടുപോയി. മംഗലാപുരത്ത് ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു ഞരമ്പ് പൊട്ടി, ഇനി 2 എണ്ണം ബ്ലോക്ക് ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ആളിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇവർ അവളുടെ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു, 1.5 ലക്ഷം രൂപയുടെ ഏകദേശം സ്വർണ്ണം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കെട്ടിവെച്ച് ഓപ്പറേഷൻ നടത്തി എങ്ങനെയാണേലും. ബാക്കി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ട് 4.5 ലക്ഷം രൂപ വേണമായിരുന്നു. ചേട്ടൻ നല്ല മനുഷ്യനായതുകൊണ്ട് കൂടെ പഠിച്ചവരൊക്കെ 10,000-15,000 ഇഷ്ടം പോലെ പൈസ ചേട്ടന് കിട്ടി. ഈ 1.5 ലക്ഷം അവർ മുടക്കിയതല്ലാണ്ട് വേറെ ഒരു പൈസ ചേട്ടന് വേണ്ടി അവർ മുടക്കിയിട്ടുമില്ല. ഇപ്പം എൻ്റെ കൊച്ചിനുണ്ടാവൂല, എൻ്റെ മോളായതുകൊണ്ട് മറ്റേ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങൾ അവർക്കൊരു ഉപകാരമാണെങ്കിൽ അവർക്ക് സ്വന്തം ഹോസ്പിറ്റലുണ്ട് പറയണോ, ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ജോലി ചെയ്ത് അവരെ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്കൊരു സഹായം. വീട്ടിൽ താമസിക്കണമെന്നില്ല, അവിടെ വേറെ താമസിച്ചൂടെ? അതൊക്കെ ശരിയാണ്, ഹോസ്പിറ്റലുണ്ട്, അവൻ ഡോക്ടറാ, അവളും നേഴ്സ്. അപ്പം അങ്ങനെ വല്ല അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടിൽ കിടന്നാൽ ഇനിയും ബുദ്ധിമുട്ടുകൾ പലതുണ്ട്. എവിടെ കിടന്നാലും ശരി ഈ വീട്ടുകാരായിട്ട് തല്ല്. അപ്പം അവർ പറഞ്ഞു കേട്ടില്ലേ, അവർ പറഞ്ഞ് അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കായിരുന്നു. ഇപ്പോൾ അവരെന്താ പറയുന്നത്? ആ 2 മക്കൾക്കും ഇപ്പോൾ വീട്ടിൽ പോകാൻ വയ്യ. കാരണം നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ് നാട്ടുകാരോടും പറഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഫാമിലി ലൈഫ് പോലും ഡിസ്റ്റർബ്ഡ് ആയിരിക്കണോ? അവർക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ വീട്ടുകാർ ഒക്കെ ആയിട്ട് ഇപ്പോൾ വളരെയധികം ഫ്രിക്ഷനാണ്.